രാഷ്ട്രീയപരമായി തോൽപ്പിക്കാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ കുടുംബപരമായി TDPക്ക് പണി കൊടുത്തിരിക്കുകയാണ് BJP. അതായത് ഭൂരിപക്ഷമില്ലാതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സർക്കാരുകൾക്ക് ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് എപ്പോഴും സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദിയെയും കാത്തിരിക്കുന്നത്. ലോകസഭയിലെ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമാണ് NDAയിലെ ഘടകകക്ഷികൾക്കിടയിൽ രൂപം കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനം ഘടകകക്ഷിക്ക് നൽകണമെന്ന തീരുമാനത്തിൽ ആദ്യം TDPയും JDUവും ഉറച്ചു നിന്നെങ്കിലും 16 സീറ്റുള്ള TDP ഉള്ളപ്പോൾ 12 സീറ്റുള്ള തങ്ങൾക്ക് സ്പീക്കർ പദവി കിട്ടില്ലെന്നുറപ്പായതോടെ BJPയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് കുമാറിൻ്റെ JDU അറിയിച്ചിരിക്കുന്നു. എന്നാൽ അത് പറ്റില്ലെന്നും എല്ലാവരുടെയും അംഗീകാരം തേടി വേണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്നാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെ ഒറ്റയ്ക്കാരും തീരുമാനമെടുക്കേണ്ടെന്നും സ്ഥാനാർത്ഥിയെ NDA സഖ്യകക്ഷികൾ യോജിച്ചു തീരുമാനിക്കുമെന്നും TDP വക്താവ് പട്ടാഭിരാം കൊമ്മറെഡ്ഡി അറിയിക്കുകയും ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിലെങ്ങാനും ഭരണപക്ഷം പരാജയപ്പെട്ടു പോയാൽ ഭരണം തന്നെ അന്നത്തോടുകൂടി തീരും. പിന്നീട് അവർക്ക് ഭരിക്കാനുള്ള ധാർമ്മികതയില്ല. അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തള്ളിക്കളയാനാകില്ല. കാരണം ലോകസഭയിൽ ഭൂരിപക്ഷമായ 272-ൽ 240 സീറ്റുകൾ മാത്രമാണ് BJP ഒറ്റയ്ക്ക് നേടിയത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ലാതെ തീരുമാനങ്ങളെടുക്കാൻ BJPക്ക് കഴിയില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും കഴിയില്ല. ലോകസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് JDUവിനെയോ TDPയെയോ പരിഗണിക്കണമെന്നും അല്ലെങ്കിൽ BJPയുടെ കുതിരക്കച്ചവടത്തിന് സഭ സാക്ഷിയാകേണ്ടി വരുമെന്നും ഇന്ത്യാ സഖ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. BJPക്ക് സ്പീക്കർ പദവി കിട്ടിയാൽ JDUവിൽ നിന്നും TDPയിൽ നിന്നും MP മാരെ കുതിരക്കച്ചവടം നടത്തി പാർട്ടിയിലേക്ക് മാറ്റുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. മൂന്നാം മോദി മന്ത്രിസഭയിൽ പല വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും സുപ്രധാനമായ വകുപ്പുകളെല്ലാം തന്നെ BJPയുടെ കൈവശം തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ സഖ്യകക്ഷികൾ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. നമുക്കറിയാം, ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം, ആരോഗ്യം തുടങ്ങിയ പ്രമുഖ വകുപ്പുകളെല്ലാം BJP കൈവശം വച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ BJPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തന്ത്രം വെറും വിഡ്ഢിത്തമെന്ന് തോന്നിപ്പോകും. കാരണം പ്രമുഖ വകുപ്പുകളെല്ലാം കൈവശം വെച്ച് സ്പീക്കർ പദവി പോലും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ധാർഷ്ട്യം കാണിച്ചാൽ ഘടകകക്ഷികൾ അവരുടെ വഴിക്ക് പോകുമെന്നത് യാതൊരു സംശയവുമില്ല. പക്ഷേ ചിലർ സംശയിക്കുന്നത് ഘടകകക്ഷികളുടെ അംഗങ്ങളെ BJP കച്ചവടം നടത്തും എന്നുള്ളതാണ്. ഏതായാലും ജൂൺ 24-ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായി ലോകസഭ ചേർന്ന് 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞു കേൾക്കുന്നത് TDPക്ക് 8ൻ്റെ പണിയാണ് BJP നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്പീക്കർ പദവിക്കായി ഉറച്ചു നിൽക്കുന്ന TDPക്ക് ആ പദവി BJP നൽകാൻ പോകുന്നില്ല. പകരം ആന്ധ്രയിലെ തന്നെ രാജമുദ്രി മണ്ഡലത്തിലെ BJP MPയും ആന്ധ്ര BJP അധ്യക്ഷയുമായ D പുരന്ദരേശ്വരിക്ക് സ്പീക്കർ പദവി നൽകാൻ പോവുകയാണ്. രാഷ്ട്രീയപരമായി ഒരിക്കലും ഇത് അംഗീകരിക്കാൻ TDPക്ക് കഴിയില്ലെങ്കിലും BJP നടത്തിയത് കൊടും ചതിയാണ്. അതായത് പുരന്ദരേശ്വരി BJP നേതാവാണെങ്കിലും NT രാമറാവുവിൻ്റെ മകളാണ്. അതേ NT രാമറാവുവിൻ്റെ മറ്റൊരു മകളാണ് TDP നേതാവും മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ ഭുവനേശ്വരി. സ്വന്തം ഭാര്യ സഹോദരി സ്പീക്കർ പദവിയിൽ വരുന്നത് എതിർക്കാൻ ചന്ദ്രബാബു നായിഡുവിന് കഴിയാത്ത തരത്തിൽ മൂക്കുകയറിട്ടിരിക്കുകയാണ് BJP. അതോടെ രാഷ്ട്രീയമായി വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിലും കുടുംബപരമായി പദവികൾ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഏറെ കാര്യങ്ങളിലും BJPയുടെ കീഴിൽ പെടുന്നതിനെ ഇനിയൊരവസരം കിട്ടിയാൽ തകർക്കാൻ കാത്തുനിൽക്കുകയാണ് TDP. JDUവിനെയും TDPയെയും തമ്മിൽ തെറ്റിച്ച് കാര്യങ്ങൾ നേടുന്ന BJP ഓർക്കുക, അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ദിവസം വന്നാൽ മോദി മന്ത്രിസഭയ്ക്ക് പണി ഉറപ്പാണ്.